അപ്പോൾ നമ്മൾ ലോകത്തിലെ ഏറ്റവും അതിശയമുള്ളതും അത്ഭുതം നിറഞ്ഞുമായ ആ അപൂർവ വീടിനകത്തേക്ക് കടക്കുകയാണ്. ഈ കാണുന്നതാണ് ഹൗസ് ഓൺ ദ റോക്ക്. 60 അടി പൊക്കമുള്ള ഒരു വലിയൊരു പാറ, അതായത് മണൽപ്പാറ. ആ പാറയുടെ മുകളിൽ പണിത ഇത് ലോകത്തിലെ ഏറ്റവും അതിശയമുള്ള വീടുകളിൽ ഒന്നാണിത്. 218 അടിയോളം നീളവും അതേപോലെ 3000 പീസ് ഗ്ലാസിൻ്റെ ജനലുകളുമുള്ള അനന്തതയിലേക്ക് നീണ്ടു കിടക്കുന്ന ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള എന്താ പറയുക, ശരിക്കൊരു സിറ്റ് ഔട്ട് പോലെയാണ് ആ സംഭവം. ഒന്ന് കണ്ടു നോക്ക്, ബോധം പോകും. Welcome to one of the world's most unique places, the House on the Rock. അപ്പോൾ നമ്മുടെ എല്ലാ ചങ്കൂട്ടുകാർക്കും ദ വണ്ടർലെസ് കപ്പിളിൻ്റെ പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞത് US-ലെ വിസ്കോൺസിൻ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഗ്രീൻ സ്പ്രിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ലോകത്തിലെ ഏറ്റവും വളരെ പ്രത്യേകതകളുള്ള ഒരു വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ വീടിനെക്കുറിച്ച് പറയാനായിട്ട്, അതേപോലെ ഒരുപാട് അതിശയിപ്പിക്കുന്ന കാഴ്ചകളുണ്ട് ഈ വീടിനെക്കുറിച്ച്. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് ഈ ഒരു മാന്ത്രിക വീട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ വിസിറ്റിംഗ് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് കടന്ന് ഇറങ്ങി വരുന്നതും ഈ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഏഷ്യൻ ഗാർഡനാണ്. ജപ്പനീസ് മോഡലുള്ള വീടിനെ എന്താ പറയുക, അതിനൊന്നും കൂടി ഭംഗി കൂട്ടാനായിട്ട് ജാപ്പനീസ് സ്റ്റൈലുള്ള മനോഹരമായൊരു പൂന്തോട്ടം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗാർഡൻ്റെ ചുറ്റിലും നമുക്ക് നടക്കാനുള്ള നടവഴി ശരിക്കും ഇരുണ്ട വെള്ളാരം കല്ലുകളും അതേപോലെ കറുത്ത കല്ലുകളൊക്കെ ഇട്ട് സെറ്റപ്പിലാണ്. ഈ ഒരു ഹാള് മൊത്തം ഈ വീട് നിർമ്മിച്ച ഈ വീടിൻ്റെ ഉടമസ്ഥനായ അലക്സാണ്ടർ ജോർഡാനെ കുറിച്ചുള്ള മൊത്തം ഡീറ്റെയിൽസാണ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു ജീവചരിത്രം തന്നെ ഈ ഒരു ഹാളിൽ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റോക്ക് ഓൺ ദ ഹൗസ് ഈ വീട് പണിക്കും അതേപോലെ എന്താ പറയുക, ഇവിടുത്തെ വിസിറ്റേഴ്സ് സെൻ്റർ ആയാലും അദ്ദേഹത്തിൻ്റെ സ്മാരക ഹാളായാലും ഒക്കെയും അതിൻ്റെ ജനൽ മുഴുവൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വീട്ടിത്തടി കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ഹോബിയായിരുന്നു ഒരുപാട് സാധനങ്ങൾ കളക്ട് ചെയ്യുക. പ്രത്യേകിച്ച് വളരെ വെറൈറ്റി ആയിട്ടുള്ള മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് അദ്ദേഹം കളക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഈ പാറമേലുള്ള വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരുപാട് എന്താ പറയുക രൂപങ്ങൾ. ശരിക്കും നമുക്ക് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്തോറും അത്ഭുതമാണ് ശരിക്കും നമുക്ക് സംഭവിക്കുന്നത്. യുക്കിമി കാത്ത എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ട്രഡീഷണൽ സ്റ്റൈലിൽ ഈ അലക്സാണ്ടർ ജോർഡൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു സംഭവമാണ്. ഈ വീടിനകത്ത് കാണുന്ന ഒട്ടുമുക്കാല് സംഭവങ്ങളും അദ്ദേഹം തന്നെ സ്വന്തം കൈയാൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. നമ്മളിപ്പോൾ
ഈ ഉള്ള ഈ ഒരു സെക്ഷൻ ഇത് ഗേറ്റ് ഹൗസ് എന്ന് പറയും. ആ മെയിൻ അതായത് പാറപ്പുറത്ത് പണിത ആ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഗേറ്റ് ഹൗസ് ആണ്. നിങ്ങളിത് കണ്ടു നോക്കുക, ഇതൊരു ഗേറ്റ് ഹൗസിൻ്റെ സെറ്റപ്പാണ്. ഇതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. സൈഡിൽ സെൽഫായിട്ട് പ്ലേ ചെയ്യുന്ന മനോഹരമായ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അത് അദ്ദേഹം ഇത് ഡിസൈൻ ചെയ്യാനൊരു കാരണമുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട്. അത് ഞാനിത് പുറത്ത് കിടന്നാൽ വീടിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ഭാഗ്യത്തിൻ്റെ ദൈവം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വയറിൽ ഇങ്ങനെ തടവി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് ലക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഓരോ സെക്ഷനിലും മറ്റൊരു സെക്ഷനിലേക്ക് പോകുന്ന ഇടവഴി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മൊത്തം മരത്തിൽ പണിതിട്ടുള്ള ഇടവഴിയാണ്. അമേസിങ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ വർക്ക് തന്നെയാണ്, ഒരു സംശയമില്ല. ശരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നതോറും ശരിക്കും അതിശയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതുവരെ ആ ജാപ്പനീസ് സ്റ്റൈലിലുള്ള വീട്ടിലേക്ക് ഇതുവരെ നമ്മൾ പ്രവേശിച്ചിട്ടില്ല. നമ്മൾ ഇത്രയും കണ്ടപ്പോൾ തന്നെ നമ്മുടെ ബോധം പോയി. ഇനി അത് കാണുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മൾ ഈ അലക്സാണ്ടർ 1940 ഇദ്ദേഹം ഈ വീടിൻ്റെ പണി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ആ ഒറിജിനൽ അദ്ദേഹം പണിത വീട്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. അതായത് പാറമേൽ പണിത വീട്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ എന്താ ഇത്ര വലിയ ലോകത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള വീടായി മാറിയതെന്ന്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും അത്ഭുതവും പ്രത്യേകതയുള്ള ആ വീടിനകത്തേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇതാണ് സൈഡിൽ മൊത്തം ആ പാറയാണ്. അങ്ങനത്തെ ഈ പാറമേലുള്ള ഈ അത്ഭുത വീട്ടിലെ ആദ്യത്തെ ഒരു റൂം നമ്മൾ കാണുകയാണ്. ഒരു രക്ഷയില്ല ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി. ഇതൊരു സ്വീകരണ റൂമാണ്. സൈഡിൽ ചിമ്മിനി ഉണ്ട്, ചെറിയ അടുപ്പുണ്ട്, നല്ല സോഫയൊക്കെ ഇട്ട്. നമ്മൾ സാധാരണ വീടിൻ്റെ സിറ്റൗട്ടൊക്കെ എന്ന് പറയും. അതേപോലെ ഈ അത്ഭുത വീടിന് ഒരു എന്താ പറയുക അനന്തതയിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു വിശാലമായ ഹാളുണ്ട്. 218 അടിയോളം നീളവും അതേപോലെ 3000 പീസ് ഗ്ലാസിൻ്റെ ജനലുകളുമുള്ള അനന്തതയിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു ഹാളുണ്ട്. അതാണ് ഇൻഫിനിറ്റി റൂം എന്ന് പറയും. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള എന്താ പറയുക ശരിക്കൊരു സിറ്റൗട്ട് പോലെയാണ് ആ സംഭവം. ഒന്ന് കണ്ടു നോക്ക്, ബോധം പോകും. റൂഫൊക്കെ ഇരുമ്പിൻ്റെ ആണ്. ഈ കാണുന്ന ഈ ഒരു പിക്ചർ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഇൻഫിനിറ്റി റൂമിൻ്റെ വ്യൂ ആണ്. താഴത്ത് റോട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ താഴെ റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്നൊരു വ്യൂ ആണ്. ഇതിൻ്റെ പുറകിലൊരു കഥയും കൂടെ ഉണ്ട്. ആക്ച്വലി അലക്സാണ്ടർ ജോർഡൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് ഇവിടെ പിക്നിക്കിന് വന്ന് അന്നത്തോട്ടുള്ള ആഗ്രഹമാണ്. അങ്ങനെ അദ്ദേഹം ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി അന്നത്തെ അമേരിക്കയിലെ ഏറ്റവും വലിയൊരു ആർക്കിടെക്റ്റായ ഫ്രാങ്ക് ലോയിഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ പോയി സമീപിച്ചു. എന്നിട്ട് ഈ പ്ലാൻ സമർപ്പിച്ചു. എനിക്കിങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, വീട് വെക്കാനാന്ന് പറഞ്ഞു ഇന്ന സ്ഥലത്ത്. ആ പ്ലാൻ കണ്ടിട്ട് അദ്ദേഹം ഈ അലക്സാണ്ടറെ കളിയാക്കി. അലക്സാണ്ടറോട് പറഞ്ഞു, ഞാൻ നിനക്ക് വല്ല വള്ളിക്കൊട്ട ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ കോഴിക്കൂട് ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റുള്ളൂ, എനിക്ക് ഇതിനൊന്നും കഴിവില്ല എന്ന് പറഞ്ഞ് എന്താ പറയുക അദ്ദേഹത്തെ അധിക്ഷേപിച്ചു വിട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, സിഡ് എന്ന് പറയും. അദ്ദേഹമായിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ഈ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ താഴത്ത് ഹൈവേ 23 ഉണ്ട്. അവിടെ നിന്ന് അദ്ദേഹം ഈ പാറ കണ്ടു, അതായത് ഈ വീട് നിൽക്കുന്ന പാറ കണ്ടപ്പോൾ പറഞ്ഞു, ഈ പാറയുടെ മുകളിൽ ഞാനൊരു വീട് വയ്ക്കുമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഒടുക്കത്തെ വാശിയായിട്ട് പുള്ളി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ ഈ വീട് പണിതത് അദ്ദേഹം. ശരിക്കും ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം
ഒരു പിടുത്തത്തിലുമല്ല നിൽക്കുന്നത്. എന്താ പറയുക, ഒരു 10-40 അടിയോളം നീളത്തിൽ വെറും അന്തരീക്ഷത്തിലാണ് ഈ സാധനം നിൽക്കുന്നത്. അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്തതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. ശരിക്കും ഈ ഇൻഫിനിറ്റി റൂം എന്ന് പറഞ്ഞ് ഈ അനന്തതയിലേക്ക് ഈ നീണ്ടു കിടക്കുന്ന ഈ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ പോർച്ചോ സിറ്റ് ഔട്ടോ എന്തായാലും ഈ ഒരു സാധനം ശരിക്കും താഴത്ത് ഭൂമിയിൽ നിന്ന് ഒരു 150 അടി ഉയരത്തിലാണ് ഈ നിൽക്കുന്നത്. ഈ വീടിൻ്റെ കുറേ ഭാഗത്തൊക്കെ സൈഡിലെ ഭിത്തി എന്ന് പറഞ്ഞത് ആ ഒറിജിനൽ പാറ തന്നെയാണ്. മറ്റു ചില സ്ഥലത്ത് ഇതേപോലത്തെ ചെറിയ ചെറിയ പാറക്കല്ലുകൾ പീസാക്കി വെച്ചത് ഇഷ്ടിക പോലെ അടുക്കി വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ആ പാറയുടെ മുകളിലുണ്ടായിരുന്ന മരങ്ങളൊക്കെ അതേപടി ഉണ്ട്, അതൊന്നും മുറിച്ച് കളഞ്ഞിട്ടില്ല. ഇവിടെ നല്ലൊരു ഫയർ പ്ലേസും ഇരിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഒരു ലിവിങ് റൂമാണ് ഇത്. അങ്ങനെ നമ്മൾ കറങ്ങിത്തിരിച്ച് വിശാലമായൊരു ഹാളിലെത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇത് ഡൈനിങ് റൂമാണ്. ഞാൻ ഡൈനിങ് ടേബിൾ കാണിച്ചു തരാം. ആ പാറപ്പുറത്തിൻ്റെ ഏകദേശം ഒത്ത നടുക്കായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൽ ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാം, പക്ക പാറയാണ്. 1960-ലാണ് അദ്ദേഹം ഈ വീട് പൊതുജനങ്ങൾക്ക് കാണാനായിട്ട് തുറന്നു കൊടുത്തത്. $17.5 ഒരാളുടെ എൻട്രി പാസ്. ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൂമായിരുന്നു. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ കീബോർഡ് ഇരുന്നത്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഗീതത്തിൽ ഒരുപാട് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. എവിടെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടാലും ഒക്കെ മേടിച്ച് ഈ വീട്ടിൽ കൊണ്ടുവയ്ക്കും. ഒരു രക്ഷയില്ല. അതേ ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ അതിഥികളൊക്കെ വരുമ്പോൾ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. രക്ഷയില്ല. സൈഡിലെ സെറ്റപ്പ് കണ്ടില്ല, നല്ല ചരിച്ചു വെച്ച ജനാലുകളും. നമുക്കിത് ഇവിടുന്ന് താഴത്ത് ഈ വീട് നിൽക്കുന്ന പാറ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? So what do you think about this house? Wow. It was amazing. That'd be one of the best places I've seen ever. It's not like super fancy, but it's very unique. Very unique. പറയാൻ വാക്കുകളില്ല. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്തത് അദ്ദേഹത്തിൻ്റെ തന്നെ മിൽ ഹൗസ് ഉണ്ട് ഈ വീടിനോട് ചേർന്ന്. അതൊക്കെ ഓരോ അത്ഭുത കാഴ്ചകളാണ്, അതാണ് കാണാൻ പോകുന്നത്. പിന്നെ ഈ കാണുന്ന ഒരുപാട് ബിൽഡിങ്ങുകളിൽ ഒരുപാട് സാധനങ്ങൾ അദ്ദേഹം അപൂർവമായ വൻ ശേഖരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളത് അദ്ദേഹം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. റെജീന സുബ്ലിമ എന്ന് പറഞ്ഞ ഒരു ഗ്രാൻഡ് മ്യൂസിക് ബോക്സ് ആണ് 1893. ഇതൊക്കെ അദ്ദേഹം കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഒരു പ്രത്യേക ക്രേസി ടൈപ്പായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്താ പറയുക, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസിനോട് വളരെയധികം താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. ഈവൻ ടോയ്കൾ എല്ലാത്തിൻ്റെ ഒരു വൻ ശേഖരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മൾ
പി ഉള്ളത് ഈ മിൽ ഹൗസിനകത്ത് തന്നെയാണ്. ഇത് 1967 പണിത മിൽ ഹൗസാണ്. ആ ഒരു മിൽ ഹൗസും അദ്ദേഹം ഒരുപാട് ഡെക്കറേറ്റ് ചെയ്ത് വേറൊരു ലെവലാക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് പണ്ട് കാലത്തെ ഒരു തെരുവ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല, നിങ്ങളൊന്ന് നേരിട്ട് കണ്ടു നോക്കും. In the streets of London. ഈ സ്ട്രീറ്റിൽ ഈ കാണുന്നത് മ്യൂസിക്കൽ വണ്ടേഴ്സ് ഫ്രോം അറൗണ്ട് ദ വേൾഡ്. ലോകത്തിൻ്റെ പല കോണിൽ നിന്നുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും മ്യൂസിക്കിനെ കുറിച്ചുള്ള ഒരു അടിപൊളി സെറ്റപ്പ് അദ്ദേഹം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നൈസായിട്ടൊന്ന് കയറി കാണാം. മ്യൂസിക് ഓഫ് എസ്റ്റർഡേ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് പഴയ കാലത്തെ മ്യൂസിക് സംഗീത ഉപകരണങ്ങളുടെ ഒരു വൻ ശേഖരമുണ്ട്. നമ്മളൊക്കെ എന്താ പറയുക, ചിലതൊക്കെ കേട്ടിട്ട് മാത്രമുള്ള ചില ഉപകരണങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയും. ഇതൊക്കെ വളരെ റെയർ കളക്ഷൻ ഓഫ് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ചിലതൊക്കെ അദ്ദേഹം യൂറോപ്പിൽ നിന്ന് എത്തിച്ചത് കുറേ ഉണ്ട്. ഈ ഒരു എൻ്റയർ മ്യൂസിക് സെക്ഷൻ ചെയ്തിരിക്കുന്നത് ഏഷ്യൻ മ്യൂസിക് ആണ്. ചൈനീസ്, ജാപ്പനീസ് ആ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് ആണ്. ഇവിടെ വേറെ 16 സാധനമുണ്ട്. ഞങ്ങളതിൽ ഇതിട്ട് പ്ലേ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് ഏകദേശം ഒരു 3 ഫ്ലോറിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് പ്ലേ ചെയ്യണത് എങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം. ഉണ്ടോ അമ്പും വില്ലും മലപ്പുറം കത്തി, ഇതൊക്കെ ഒരുപാട് വാളുകൾ ആണ്. സോ നമ്മൾ ഇത്ര നേരം ബ്ലൂ റൂം എന്ന് പറഞ്ഞൊരു റൂമിലായിരുന്നു. അതിനകത്താണ് എസ്റ്റർഡേ മ്യൂസിക്, അതായത് ഇന്നലകളുടെ സംഗീതം, അതിനെക്കുറിച്ചുള്ളതൊക്കെ നമ്മൾ കണ്ടു. ഇനി റെഡ് റൂം, അതിലും എന്താ പറയുക, മ്യൂസിക്കിൻ്റെ പെരുമഴയാണ്. കണ്ടു നോക്കാം. ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ കാണാൻ പോകുന്നത് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു, നിങ്ങൾ നേരിട്ട് കണ്ടു നോക്ക്. ഈ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കെറോസിലാണ്. അതായത് 20,000 ലൈറ്റും 182 ചാൻഡിലേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ 269 അനിമലാണ് അതിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞത് 80 അടി വീതിയും അതേപോലെ 35 അടി പൊക്കവും 36 ടണ്ണാണ് ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഇതിലെ ഈ അനിമൽസ് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം $4.8 മില്യൺ അവർ സ്പെൻഡ് ചെയ്തത്. ഇത് ഇന്ന് ലോകത്തിലുള്ളതിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കെറോസിലാണ് ഈ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ തൂക്കുകളൊക്കെയാണ് ഈ കാണുന്നത്. ഈ ഒരു റൂമിനകത്ത് വലിയൊരു കൊയറാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താ പറയുക, ഒരു ബ്രഹ്മാണ്ഡ സംഭവമാണ്.
ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മുടെ പവനായി ശവമായ സെക്ഷനാണ്. കാരണം അമ്പും വെല്ലും മലപ്പുറം കത്തി എന്ന് വേണ്ടതേ കംപ്ലീറ്റ് സംഭവമുണ്ട്. തോക്കുകൾ, കത്തികൾ, ഇതൊക്കെ എന്താ പറയുക വളരെ പഴക്കം ചെന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള സമയത്തെ കളക്ഷനുകളാണ്. വെസ്റ്റേൺ കൺട്രികളൊക്കെ യൂസ് ചെയ്തിരുന്ന പിസ്റ്റല്, ഗണ്ണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ആകെ ഒറ്റൊരു പ്രാവശ്യം മാത്രമേ അദ്ദേഹം ഈ അമേരിക്ക വിട്ട് പുറത്തു പോയിട്ടുള്ളൂ. അത് യൂറോപ്പിലാണ്, ഇറ്റ്സ് നെതർലാൻഡ് സ്റ്റേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ പുള്ളി ഇവിടെ ഇരുന്ന് ഓരോ ഏജൻസികളെ കോണ്ടാക്ട് ചെയ്താണ് ഈ ബ്രഹ്മാണ്ഡ സംഭവം മൊത്തം അവിടെ സെറ്റപ്പ് ചെയ്തത്. ആനക്കൊമ്പിൽ തീർത്ത ഒരു മായാജാലം. ഇത് ഈ കഴിഞ്ഞിടയ്ക്ക് മരിച്ച എലിസബത്ത് രാജ്ഞിയുടെ അമ്മയുടെ കിരീടമാണ് ഈ കാണുന്നത്. ഇതെല്ലാം എന്താ പറയുക കളിപ്പാട്ട വീടുകളാണ്. ഈ ഒരു സെക്ഷനിൽ അദ്ദേഹം സർക്കസിൻ്റെ എന്താ പറയുക തീം ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഒരുക്കിയത്. ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത് ഹെറിറ്റേജ് ഓഫ് ദ സീ എന്ന് പറയുന്നൊരു സെക്ഷനാണ്. അതായത് ഏകദേശം 200-ൽ പരം കപ്പലുകളുടെ മോഡലുകളും അതേപോലെ 200 അടിയുള്ള അതായത് ലിബർട്ടി സ്റ്റാച്ചുവിൻ്റെ അതേ പൊക്കത്തിലുള്ള ഒരു വലിയൊരു സ്രാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഈ ഹെറിറ്റേജ് ഓഫ് ദ സീ എന്ന് പറയുന്ന ഈ നമ്മൾ നിൽക്കുന്ന ഈ വലിയൊരു ഹാള്, ഇത് ഈ അലക്സാണ്ടർ ജോർഡാൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതിയായിരുന്നു. ഈ വീടും അതേപോലെ മിൽ ഹൗസും ഒക്കെ പണിതതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന വലിയൊരു ആഗ്രഹമാണ് ഇത് പണിയണമെന്ന്. അങ്ങനെ അദ്ദേഹം പണി തുടങ്ങി. 1990-ലാണ് ഈ ഒരു പ്ലേസ് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിനത് കാണാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല. കാരണം 1989-ൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. What an amazing find. We were not even looking for this place, and yet it was amazing. ഒരു രക്ഷയിലായിരുന്നു. അപ്പോൾ നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടതല്ലേ, ഞങ്ങളുടെ തലപ്പെരുപ്പ് ഇതുവരെ മാറിയിട്ടില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാക്കി ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പക്ഷേ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ബട്ട് ആസ് യൂഷ്വൽ ദ വണ്ടർലെസ് കപ്പിളിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെ പുതിയ പുതിയ വ്യത്യസ്തമായ കാഴ്ചയുടെ അനുഭവങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ദ വണ്ടർലെസ് കപ്പിൾ.